കുഞ്ഞൂട്ടൻ തുടരുന്നു. മാലാഖ ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാൽ അവർക്ക് ദേഷ്യം വരും. മാലാഖയ്ക്ക് വേണ്ടപ്പെട്ട ആളതുകൊണ്ട് ഞാൻ വന്ന് വാതിൽ തുറക്കാം, അകത്തിരുന്ന് വിശ്രമിക്കാമല്ലോ. ഒച്ചിൻ്റെ ശബ്ദം മയപ്പെട്ടു. എന്നാലൊന്ന് വേഗം തുറക്ക്, പുറത്ത് നല്ല തണുപ്പാണ്. അവൻ തിരക്കുകൂട്ടി. ദാ ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു, ഒച്ചു പറഞ്ഞു. അവൻ വാതിൽ തുറക്കുന്നതും കാത്ത് പുറത്തിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാതിൽ തുറന്നില്ല. ക്ഷമ കെട്ട് അവൻ വിളിച്ചു ചോദിച്ചു, ഒച്ചേ, നീ എവിടെയാണ്? ഇനിയും വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ മരവിച്ചു പോകും, ചത്തുപോകും. ഞാനോ? ഒച്ച, കുതിരയൊന്നുമല്ല. വാതിൽ വരെയുള്ള ദൂരത്തിൻ്റെ 10 പോലും ഇതുവരെ പിന്നിട്ടിട്ടില്ല, ഒച്ചു പറഞ്ഞു. കുഞ്ഞൂട്ടൻ വാതിൽ ചവിട്ടി തുറക്കാൻ തന്നെ തീരുമാനിച്ചു. അവൻ അല്പം പിന്നോട്ട് മാറി ശക്തിയിൽ മുന്നോട്ടാഞ്ഞു. വാതിലിൽ ചവിട്ടി. വാതിൽ പൊളിയുന്നതു പ്രകാരം അവൻ്റെ കാല് അതിൽ ഒട്ടിപ്പോയി. ഒറ്റക്കാലിലുള്ള ആ നിൽപ്പ് പുലരുവോളം നീണ്ടു. ഒടുവിൽ ഒച്ചു വന്ന് വാതിൽ തുറന്നു. കുഞ്ഞൂട്ടൻ്റെ നിൽപ്പ് കണ്ട് ഒച്ചു പൊട്ടിച്ചിരിച്ചു. നീ എന്താ ചങ്ങാതി ഒറ്റക്കാലിൽ തപസ് ചെയ്യാ? കൊച്ചു കളിയാക്കി. ഒരാൾക്കൊരു ആപത്ത് വരുമ്പോൾ കളിയാക്കുകയാണോ വേണ്ടത്? ഞാൻ ഇങ്ങനെയൊരു അബദ്ധത്തിൽ ചെന്നുവിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് രക്ഷിക്കൂ. അവന് സങ്കടവും ദേഷ്യവും തോന്നി. പിന്നെ അതല്ലേ എൻ്റെ പണി, ഒച്ചു മുഖം കൂട്ടി. ഞാൻ വിശന്ന് ചാവാറായി, എന്തെങ്കിലും കഴിക്കാൻ തരുമോ? അവൻ ചോദിച്ചു. ഒച്ചു ഒന്നും പറയാതെ അകത്തുപോയി. ഏറെ നേരം കഴിഞ്ഞ് ഒച്ചു തിരിച്ചു വന്നപ്പോൾ തലയിലൊരു വലിയ പാത്രമുണ്ടായിരുന്നു. അത് അവന് മുന്നിൽ ഇറക്കി വെച്ചു. ഒച്ചു പറഞ്ഞു, വയറ് നിറച്ച് കഴിച്ചോളൂ. അവൻ ആർത്തിയോടെ അതിലേക്ക് നോക്കി. അപ്പവും മീനും പൊരിച്ച കോഴിയുമായിരുന്നു അതിൽ. അവൻ്റെ വായിൽ വെള്ളം നിറഞ്ഞു. അവൻ ആദ്യം അപ്പം എടുത്ത് കടിച്ചു. അതിൽ കുമ്മായത്തിൻ്റെ രുചിയായിരുന്നു. പിന്നെ മീനും ഇറച്ചിയും കഴിച്ചു നോക്കി. അതിന് കടലാസിൻ്റെ രുചിയാണ് തോന്നിയത്. ഒച്ച തന്നെ കളിയാക്കുകയാണെന്ന് അവന് സംശയിച്ചു. ഒറ്റ ചവിട്ടിന് അതിനെ ചതച്ചരച്ച് കൊല്ലാനുള്ള ദേഷ്യം തോന്നി അവന്. വിശന്നു വലഞ്ഞ് അവൻ ബോധം കെട്ടി വീണു. ബോധം വീണ്ടു കിട്ടിയപ്പോൾ അവൻ വീട്ടിനകത്തെ പതുപതുത്ത കിടക്കയിലായിരുന്നു. തൊട്ടു മുന്നിൽ തൻ്റെ നെറ്റി വാത്സല്യത്തോടെ തടവി മാലാഖയുമുണ്ട്. അവന് സന്തോഷം അടക്കാനായില്ല. ഒപ്പം മാലാഖയെ അനുസരിക്കാതിരുന്നതിൻ്റെ സങ്കടവും. എന്നോട് ക്ഷമിക്കൂ മാലാഖമ്മേ, അവൻ വിതമ്പി. നീയൊന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. നിനക്കതിൽ കുറ്റബോധമുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതും നല്ല കുട്ടികളുടെ ലക്ഷണമാ. നിന്നോട് ഒരിക്കൽ കൂടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ എൻ്റെ പൊന്നു കുഞ്ഞൂട്ടനല്ലേ. നിന്റെ ആഗ്രഹമൊക്കെ നടക്കൂട്ടോ. മാലാഖ അവന് പൊന്നുമ്മ കൊടുത്തു.